ആ ചെറുഗ്രാമത്തിന്റെ വഴികളിലൂടെ പതുക്കെ നടന്നു വരികയായിരുന്നു അരുൺ. കയ്യിൽ പഴകിയ ഒരു കറുത്ത ബാഗ്, ഷർട്ടിന്റെ കോളർ ചുരുണ്ടുപോയിരിക്കുന്നു, പഴകിയ ചെരുപ്പ്. എന്നാൽ അതിലൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. കാരണം അവന്റെ മനസ്സിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലും വലിയൊരു പോരാട്ടമായിരുന്നു. ഓരോ അടിയിലും അവൻ ഒരു മറുപടി തേടുന്ന പോലെ. എന്റെ ജീവിതം എപ്പോഴാണൊന്ന് മാറുന്നത് എന്ന ഒരേ ഒരു ചോദ്യം അവനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. വഴിയിലൂടെ കടന്നുപോകുന്നവരുടെ കണ്ണുകളിൽ അവനൊരു സാധാരണക്കാരനല്ല, ഒരു പരാജിതനായിരുന്നു. ചിലർ നോക്കി ചിരിക്കുകയും ചിലർ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു. ഇവനെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന വിധി ഇതിനകം തന്നെ ആ ഗ്രാമം അവനു വേണ്ടി എഴുതി കഴിഞ്ഞിരുന്നു. പക്ഷേ അവൻ ആ വാക്കുകൾക്കെതിരായി ഒന്നും പ്രതികരിക്കാതെ തന്റെ ഉള്ളിൽ അടക്കിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത്. കാരണം അവൻ ചെറുപ്പം മുതൽ പഠിച്ചത് ഒന്നായിരുന്നു: ആരോടും തന്റെ വേദന കാണിക്കരുത്, സഹിക്കണം, അതാണ് ജീവിതം. അവന്റെ വീട് ഗ്രാമത്തിന്റെ അറ്റത്ത് ഒറ്റപ്പെട്ട ഒരു ചെറിയ കുടിലായിരുന്നു. കാറ്റ് കയറുന്ന മതിലുകളും ചോരുന്ന മേൽക്കൂരയുമുള്ള ആ വീടിനുള്ളിൽ അവന്റെ ലോകം ഒതുങ്ങിപ്പോയിരുന്നു. വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ അമ്മ നിലത്തിരുന്ന് പഴയ സ്റ്റൗവിൽ ചായ വെക്കുകയായിരുന്നു. അവരുടെ മുഖത്ത് വർഷങ്ങളായുള്ള കഷ്ടപ്പാടിന്റെ അടയാളങ്ങൾ വ്യക്തമായി കാണാം. എങ്കിലും കണ്ണുകളിൽ മങ്ങാത്ത സ്നേഹം മാത്രം നിറഞ്ഞിരുന്നു. നീ വന്നോ മോനെ എന്ന അമ്മയുടെ ചോദ്യം കേൾക്കുമ്പോൾ അരുണിന്റെ ഹൃദയമൊന്ന് കുലുങ്ങും. ആ നിമിഷം അവൻ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ചിരി പാതിയിൽ തന്നെ നിലയ്ക്കും. ഇന്നും ജോലി കിട്ടിയില്ല അല്ലേ എന്ന അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒളിച്ചിരുന്ന വേദന പുറത്തേക്ക് വരാൻ തുടങ്ങും. പക്ഷെ അവൻ അതിനെ തടഞ്ഞു നിർത്തി ഇല്ല അമ്മേ എന്ന് വളരെ പതുക്കെ പറയും. ആ വാക്ക് ആ വീടിന്റെ മുഴുവൻ അന്തരീക്ഷത്തെയും നിശബ്ദമാക്കി. അവരുടെ ജീവിതം അത്ര എളുപ്പമല്ലായിരുന്നു. ദിവസവും ഒരു പോരാട്ടമായിരുന്നു. ഒരു പക്ഷേ ഭക്ഷണം കിട്ടുമോ ഇല്ലയോ എന്ന ആശങ്ക, കടം ചോദിക്കാൻ പോലും ആരുമില്ല. എന്നിട്ടും അമ്മ ഒരിക്കലും അവന്റെ മുന്നിൽ തളർന്നു പോയിട്ടില്ല. അവർക്ക് ഒരേ ഒരു വിശ്വാസമായിരുന്നു: എന്റെ മകൻ ഒരു ദിവസം വിജയിക്കും. വൈകുന്നേരം ഗ്രാമത്തിലെ ചായക്കടയിലെത്തുമ്പോൾ അവിടെ പതിവ് പോലെ ചില യുവാക്കൾ കൂട്ടം ചേർന്നിരിക്കുകയായിരുന്നു. അരുണിനെ കണ്ടതും അവർ ചിരിച്ചു. എടാ, നീ വീണ്ടും ജോലി അന്വേഷിച്ചു പോയിരുന്നോ, അതോ വെറുതെ ഇങ്ങനെ നടക്കുവാണോ എന്ന ഒരാളുടെ പരിഹാസം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ മുഴുവൻ ചിരിച്ചു. അരുണിന്റെ ഉള്ളിൽ എന്തൊക്കെയോ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. എന്നാൽ അവനൊന്നും പുറത്തു കാണിച്ചില്ല. ഇവനെ കൊണ്ട് എന്തെങ്കിലും ആവുമോ എന്ന മറ്റൊരാളുടെ വാക്കുകൾ അവന്റെ ചെവിയിൽ മിന്നിമറഞ്ഞു. അവൻ ഒരു നിമിഷം അവരെയെല്ലാം നോക്കി നിൽക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു: എനിക്ക് ശരിക്കും ഒന്നിനും സാധിക്കില്ലേ? എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൻ മുഖം തിരിച്ചു നടന്നു. കാരണം അവനറിയാം, അവരോട് വാദിച്ചു ജയിക്കാൻ അവന് കഴിയില്ലെന്ന്. അവൻ ജയിക്കേണ്ടത് ജീവിതത്തോടാണ്. എന്നാൽ അതിനുള്ള വഴി അവന് അപ്പോഴും കണ്ടെത്താനായിരുന്നില്ല. ആ ചായക്കടയിൽ നിന്നിറങ്ങുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു തീ പടരാൻ തുടങ്ങി. ഇതുവരെ അടക്കി വെച്ചിരുന്ന എല്ലാ വേദനകളും ഒരു ശക്തിയായി മാറാൻ തയ്യാറെടുക്കുന്നത് പോലെ. രാത്രിയിൽ ഇരുട്ട് മൂടി തുടങ്ങുമ്പോൾ ഗ്രാമം മുഴുവൻ ശാന്തമായി. എന്നാൽ അരുണിന്റെ മനസ്സിൽ ശാന്തതയില്ലായിരുന്നു. വീടിന്റെ മുന്നിലെ ചെറിയ കല്ലിലിരുന്ന് ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം അവനൊരു വിചിത്രമായ ആശ്വാസം നൽകി. ഇവയിൽ ഏതെങ്കിലും ഒന്ന് എന്റെ ജീവിതം പോലെ ഒറ്റപ്പെട്ടതായിരിക്കുമോ എന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ വന്നു. അപ്പോൾ അമ്മ അകത്തു നിന്ന് അവനെ വിളിച്ചു. മോനെ, കഴിക്കാൻ വാ. അവൻ അകത്ത് കയറിയിരിക്കുമ്പോൾ അമ്മ അവന്റെ മുന്നിൽ വെച്ചത് വളരെ ലളിതമായ ഭക്ഷണമായിരുന്നു. പക്ഷേ അതിൽ സ്നേഹം നിറഞ്ഞിരുന്നു. നീ വിഷമിക്കണ്ട മോനെ, എല്ലാം ശരിയാകും എന്ന അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവനത് കാണിക്കാതെ തല താഴ്ത്തി ഭക്ഷണം കഴിച്ചു. കാരണം അമ്മയുടെ മുന്നിൽ തന്റെ വേദന കാണിക്കാൻ അവന് മനസ്സില്ലായിരുന്നു. ഞാൻ ശക്തനായിരിക്കണം, അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും, അവൻ മനസ്സിൽ പറഞ്ഞു. ആ രാത്രി കിടക്കയിൽ കിടന്നപ്പോൾ ഉറക്കം അവനെ തേടിയെത്തിയില്ല. ദിവസമൊട്ടാകെ നടന്ന സംഭവങ്ങൾ അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. ചായക്കടയിലെ പരിഹാസം, അമ്മയുടെ പ്രതീക്ഷ, തന്റെ തന്നെ സംശയങ്ങൾ, എല്ലാം കൂടി അവനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചു. ഇങ്ങനെ തുടരാൻ പറ്റില്ല എന്നൊരു ശബ്ദം അവന്റെ ഉള്ളിൽ ഉയർന്നു. അവൻ പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. രാത്രിയുടെ തണുത്ത കാറ്റ് അവന്റെ മുഖത്തെ തട്ടി. അവൻ ആകാശത്തേക്ക് നോക്കി ഒരു ആഴമേറിയ ശ്വാസം വലിച്ചുവിട്ടു. എനിക്ക് ഒരു അവസരം കിട്ടിയാൽ ഞാൻ മാറും, എന്റെ ജീവിതം ഞാൻ തന്നെ മാറ്റും എന്നൊരു ഉറച്ച തീരുമാനം അവന്റെ മനസ്സിൽ രൂപപ്പെട്ടു. എന്നാൽ അവൻ അറിയില്ലായിരുന്നു ആ തീരുമാനം അവനെ എവിടെയൊക്കെയോ എത്തിക്കാൻ പോകുന്നുവെന്ന്. ആ രാത്രി അവൻ വീണ്ടും കിടന്നപ്പോൾ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. എന്നാൽ അവന്റെ ജീവിതം അതേ നിലയിൽ തുടരാൻ പോകുന്നില്ലെന്ന ഒരു സൂചന എവിടെയോ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ അരുൺ വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റു. കഴിഞ്ഞ രാത്രിയിലെ ആ തീരുമാനം അവന്റെ മനസ്സിൽ ഇപ്പോഴും ശക്തമായി നിലനിന്നിരുന്നു.
ഇന്നെങ്കിലും എന്തെങ്കിലും മാറ്റം സംഭവിക്കണം എന്നൊരു ഉറച്ച വിശ്വാസം അവനെ മുന്നോട്ട് നയിച്ചു. അമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ ശാന്തനായി പുറത്തേക്കിറങ്ങി. ഗ്രാമം അപ്പോഴും പൂർണ്ണമായും ഉണർന്നിട്ടില്ലായിരുന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു പുതിയ ഉണർവ് ആരംഭിച്ചിരുന്നു. അവൻ നേരെ നഗരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ ജോലി കിട്ടുമോ എന്നറിയില്ല, എങ്കിലും ശ്രമിക്കണം എന്ന ധൈര്യം അവനിലുണ്ടായി. ബസ്സിൽ കയറുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന പണം വളരെ കുറവായിരുന്നു. എന്നാലും അവൻ അത് പ്രശ്നമായി കണ്ടില്ല. കാരണം ആദ്യമായി അവൻ ഭയത്തേക്കാൾ പ്രതീക്ഷയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. നഗരത്തിലെ വലിയ കെട്ടിടങ്ങൾ കാണുമ്പോൾ അവന്റെ മനസ്സിൽ ചെറിയൊരു ആത്മവിശ്വാസം കൂടി. ഇവിടെയെങ്കിലും എനിക്കൊരു അവസരം കിട്ടും എന്ന ചിന്ത അവനെ മുന്നോട്ട് നയിച്ചു. പക്ഷേ കാര്യങ്ങൾ അവൻ കരുതിയതുപോലെ എളുപ്പമല്ലായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചോദിച്ചെങ്കിലും എല്ലാവരും ഒരേ മറുപടി തന്നെ നൽകി. അനുഭവമുണ്ടോ എന്ന ചോദ്യം കേട്ടപ്പോൾ അവൻ മിണ്ടാതെയായി. അനുഭവം നേടാൻ അവസരം വേണമെന്ന് അവനറിയാം. എന്നാൽ ആ അവസരം നൽകാൻ ആരും തയ്യാറായിരുന്നില്ല. ചിലർ അവനെ അവഗണിച്ചു, ചിലർ നിരസിച്ചു, ചിലർ അവനെ മുഴുവൻ കേൾക്കാൻ പോലും തയ്യാറായില്ല. ഒരു ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഒരാൾ പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിൽ പതിഞ്ഞു. നിനക്ക് ഈ ജോലി പറ്റില്ല, നീ വേറെ എന്തെങ്കിലും നോക്ക്. ആ വാക്കുകൾ കേട്ടപ്പോൾ അവന്റെ ആത്മവിശ്വാസം വീണ്ടും തകർന്നു. അവൻ ഒരു നിമിഷം നിൽക്കുകയും ചുറ്റും നോക്കുകയും ചെയ്തു. എല്ലാവരും തിരക്കിൽ മുന്നോട്ടു പോവുകയാണ്. ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല. അവൻ ഒറ്റപ്പെട്ടതിന്റെ വേദന വീണ്ടും അനുഭവിച്ചു. എങ്കിലും അവൻ തളരാതെ മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. ഉച്ചയ്ക്ക് ശേഷം സൂര്യന്റെ ചൂട് കൂടുമ്പോൾ അവന്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു തുടങ്ങി. രാവിലെ മുതൽ ഒന്നും ശരിയായി കഴിക്കാത്തതിനാൽ അവൻ ദുർബലനായി. ഒരു ചെറിയ കടയുടെ മുന്നിലെത്തി അവൻ വെള്ളം ചോദിച്ചു. കടക്കാരൻ സംശയത്തോടെ അവനെ നോക്കി. പിന്നെ വെള്ളം കൊടുത്തു. അരുൺ അത് കുടിക്കുമ്പോൾ തന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചു. ഇതാണ് എന്റെ ജീവിതം എന്നൊരു വേദന അവന്റെ ഉള്ളിൽ ഉയർന്നു. അതേസമയം അടുത്തു നിന്നിരുന്ന ചില ആളുകൾ അവനെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു. അവൻ അത് കേട്ടില്ലെങ്കിലും അവരുടെ മുഖഭാവം എല്ലാം പറയുന്നുണ്ടായിരുന്നു. ആ നിമിഷം അവൻ തകരാതെ പിടിച്ചു നിന്നു. ഇവിടെ നിന്ന് ഞാൻ പോവില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്നൊരു ദൃഢനിശ്ചയം വീണ്ടും അവന്റെ ഉള്ളിൽ ഉറച്ചു. അവൻ വീണ്ടും നടക്കാൻ തുടങ്ങി. ഓരോ അടിയിലും അവൻ തന്റെ പരിധികളെ തകർക്കാൻ ശ്രമിച്ചു. വൈകുന്നേരമായപ്പോൾ അവൻ വളരെ ക്ഷീണിച്ച അവസ്ഥയിൽ ഒരു വലിയ കെട്ടിടത്തിന്റെ മുന്നിലെത്തി. അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ജോലി ഒഴിവുണ്ടെന്ന് ഒരു ബോർഡ് കണ്ടു. അവൻ ഉടനെ അകത്തു പോകാൻ ശ്രമിച്ചു. ഗാർഡ് അവനെ തടഞ്ഞു. ഇത് നിനക്ക് പറ്റിയ ജോലിയല്ല എന്നായിരുന്നു അയാളുടെ വാക്ക്. അരുൺ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ വളരെ ശാന്തനായി പറഞ്ഞു, എനിക്കൊരു അവസരം വേണം. അവന്റെ ശബ്ദത്തിൽ ഒരു സത്യസന്ധതയുണ്ടായിരുന്നു. സെക്യൂരിറ്റി അവനെ കുറച്ചു നേരം നോക്കി. പിന്നെ പറഞ്ഞു, മാനേജരെ കണ്ടിട്ട് വരൂ. അരുണിന്റെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ തെളിഞ്ഞു. അവൻ അകത്ത് കയറി. മാനേജരെ കണ്ടപ്പോൾ അവൻ തന്റെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞു. മാനേജർ ആദ്യം അവനെ സംശയത്തോടെ നോക്കി. പിന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഒടുവിൽ പറഞ്ഞു, ഇതൊരു ചെറിയ ജോലിയാണ്, വേണമെങ്കിൽ നിനക്ക് ചെയ്യാം. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന്റെ കണ്ണുകളിൽ ഒരു പ്രകാശം തെളിഞ്ഞു. ഇത് വലിയ വിജയമല്ലെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ ഇതൊരു തുടക്കമാണ്. ആ രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷമുണ്ടായിരുന്നു. അമ്മയെ കണ്ടപ്പോൾ അവൻ ആദ്യം പറയാൻ മടിച്ചു. പക്ഷേ അമ്മയുടെ കണ്ണുകളിലെ പ്രതീക്ഷ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ജോലി കിട്ടിയമ്മേ. ആ വാക്കുകൾ കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ഒന്നും പറയാതെ അവന്റെ തലയിൽ കൈവച്ചു. ആ നിമിഷം അരുണിന് തന്റെ പരിശ്രമത്തിന്റെ ആദ്യ ഫലം കിട്ടിയതുപോലെ തോന്നി. എങ്കിലും അവന്റെ ഉള്ളിൽ ഒരു സത്യം അവൻ മനസ്സിലാക്കി. ഇത് തുടക്കം മാത്രമാണ്. മുന്നിൽ ഇനിയും വലിയ പരീക്ഷണങ്ങൾ കാത്തിരിക്കുകയാണ്. അവൻ കിടക്കയിൽ കിടന്നപ്പോൾ ആ ദിവസത്തെ മുഴുവൻ അനുഭവങ്ങളും ഓർത്തെടുത്തു. വേദനയും അപമാനവും ഒക്കെ ഇന്നും അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അതിനൊപ്പം ഒരു പുതിയ ആത്മവിശ്വാസവും ഉണ്ടായി. ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നൊരു ചിന്ത അവനെ ശാന്തമായി ഉറക്കത്തിലേക്ക് നയിച്ചു. എന്നാൽ അവൻ അറിയില്ലായിരുന്നു, ഈ ചെറിയ തുടക്കം തന്നെ അവന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന്. അടുത്ത ദിവസങ്ങളിൽ അരുണിന്റെ ജീവിതം ഒരു പുതിയ രീതിയിൽ മുന്നോട്ടു പോകാൻ തുടങ്ങി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് അവൻ ജോലി സ്ഥലത്തെത്തും. വലിയ കെട്ടിടത്തിന്റെ ഗേറ്റിനരികിൽ നിന്നുകൊണ്ട് അവൻ ആളുകളെ വരവേൽക്കും. അവന്റെ ജോലി വളരെ സാധാരണമായിരുന്നു. എന്നാൽ അവൻ അതിനെ വളരെ ശ്രദ്ധയോടെ ചെയ്തു. ഓരോരുത്തരെയും വിനീതമായി അഭിവാദ്യം ചെയ്യുകയും തന്റെ ഉത്തരവാദിത്തം ശരിയായി നിർവഹിക്കുകയും ചെയ്തു. ആദ്യ ദിവസങ്ങളിൽ പലരും അവനെ ശ്രദ്ധിച്ചിരുന്നില്ല. ചിലർ അവനെ ഒരു സാധാരണ ഗാർഡായി മാത്രം കണ്ടു. എങ്കിലും അവൻ ആരോടും മോശമായി പെരുമാറിയില്ല. അവന്റെ ഉള്ളിൽ ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മുമ്പത്തെ ഭയം കുറയുകയും പകരം ഒരു ശാന്തമായ ആത്മവിശ്വാസം വളരുകയും ചെയ്തു. ഞാൻ ചെറിയ ജോലി ചെയ്യുന്നു എന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും ചെറിയൊരാളല്ല എന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ ഉറച്ചു.
ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു കാറ് വേഗത്തിൽ കെട്ടിടത്തിലേക്ക് കയറി. ഗേറ്റിനരികിൽ നിൽക്കുമ്പോൾ അരുൺ അത് ശ്രദ്ധിച്ചു. കാറിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ വളരെ കോപത്തോടെ അകത്തേക്ക് പോകാൻ ശ്രമിച്ചു. അവൻ സുരക്ഷാ നിയമങ്ങൾ പാലിക്കാതെ അകത്ത് കയറാൻ നോക്കിയപ്പോൾ അരുൺ അവനെ ശാന്തനായി തടഞ്ഞു. സർ, രജിസ്റ്റർ ചെയ്യാതെ അകത്തു പോകാൻ പറ്റില്ല എന്നവൻ പറഞ്ഞു. ആ വ്യക്തി അതിന് കുപിതനായി. നിനക്കറിയാമോ ഞാൻ ആരാണെന്ന് എന്ന് അവൻ ഉയർന്ന ശബ്ദത്തിൽ ചോദിച്ചു. ചുറ്റുമുള്ളവരെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം അരുണിന്റെ ഉള്ളിൽ ഒരു പഴയ ഭയം വീണ്ടും ഉയർന്നു. എങ്കിലും അവൻ പിന്മാറിയില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് സർ എന്ന് അവൻ ശാന്തനായി മറുപടി നൽകി. കുറച്ച് നിമിഷങ്ങൾ നിശബ്ദത. പിന്നെ ആ വ്യക്തി തന്റെ കോപം കുറച്ച് രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. അകത്തു പോകുമ്പോൾ ഒരു നിമിഷം അയാൾ തിരിഞ്ഞ് അരുണിനെ നോക്കി. ആ നോട്ടത്തിൽ ഒരു മാറ്റമുണ്ടായിരുന്നു. അത് കോപമല്ല, ഒരു ചെറിയ അംഗീകാരം പോലെ. ആ സംഭവത്തിന് ശേഷം അരുണിന്റെ ജോലിയോടുള്ള സമീപനം കൂടുതൽ ശക്തമായി. കെട്ടിടത്തിലെ ചില ജീവനക്കാർ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരാൾ അവനോട് സംസാരിക്കുകയും ചെയ്തു. നീ നന്നായി ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന ഒരു വാക്ക് അരുണിന് വലിയ പ്രചോദനമായി. ആ ചെറിയ പ്രശംസ അവന്റെ ഉള്ളിൽ ഒരു പുതിയ ഊർജം നൽകി. അവൻ തന്റെ ഒഴിവു സമയത്ത് ചുറ്റുപാടുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആളുകൾ എങ്ങനെ ജോലി ചെയ്യുന്നു, അവർ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നൊക്കെ അവൻ നിരീക്ഷിച്ചു. അവന് പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്ന ആഗ്രഹം വളർന്നു. ഒരിക്കൽ ഒരു ഓഫീസ് സ്റ്റാഫ് ചില ഫയലുകൾ കൊണ്ടുപോകാൻ സഹായം ചോദിച്ചു. അരുൺ ഉടനെ അവരെ സഹായിച്ചു. അത് ചെയ്യുമ്പോൾ അവൻ അവരുടെ ജോലിയുടെ രീതി അടുത്തുനിന്ന് കാണാൻ ശ്രമിച്ചു. ഒരു ദിവസം എനിക്കും ഇതുപോലൊരു ഓഫീസിൽ ജോലി ചെയ്യാൻ സാധിക്കുമോ എന്ന ചിന്ത വീണ്ടും അവന്റെ മനസ്സിൽ തെളിഞ്ഞു. വൈകുന്നേരങ്ങളിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ അമ്മയോട് എല്ലാം പങ്കുവെക്കുമായിരുന്നു. അമ്മ അവന്റെ ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കും. നീ ശരിയായ വഴിയിലാണ് പോകുന്നത് മോനെ എന്ന് അവർ പറയുമ്പോൾ അവന് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും. ഒരു ദിവസം അമ്മ ചോദിച്ചു, ഇതിനേക്കാൾ നല്ല ജോലി നോക്കാമല്ലോ മോനെ. അരുൺ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, ഇത് ഒരു തുടക്കമല്ലേ അമ്മേ, ഞാൻ ഇവിടെ നിന്ന് പഠിക്കുകയാണ്. ആ വാക്കുകൾ അവന്റെ ഉള്ളിലെ മാറ്റത്തെ തെളിയിച്ചു. അവനിനെ പഴയ പോലെ തളരുന്ന ഒരാളല്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അവൻ ക്ഷമയോടെ മുന്നോട്ടു പോകാൻ പഠിച്ചിരിക്കുന്നു. ആ രാത്രി അവൻ കിടക്കയിൽ കിടന്നപ്പോൾ തന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. ഞാൻ ഇവിടെ നിന്ന് വളരാൻ പോകുന്നു എന്നൊരു ഉറച്ച വിശ്വാസം അവന്റെ മനസ്സിലുണ്ടായി. അടുത്ത ദിവസം ജോലിസ്ഥലത്ത് ഒരു ചെറിയ മാറ്റം സംഭവിച്ചു. മാനേജർ അരുണിനെ വിളിച്ചു. അവൻ കുറച്ച് ആശങ്കയോടെ അകത്തേക്ക് കയറി. എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയോ എന്ന ഭയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ മാനേജർ ശാന്തനായി പറഞ്ഞു, നിന്റെ ജോലി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ ഉത്തരവാദിത്തമുള്ള ആളാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന്റെ ഹൃദയം ശക്തമായി മിടിച്ചു. മാനേജർ തുടർന്നു, നിനക്ക് ചെറിയൊരു അധിക ചുമതല നൽകാം. ഓഫീസിലെ ചില കാര്യങ്ങളിൽ നീ സഹായിക്കണം. അരുണിന് അത് ഒരു വലിയ അവസരമായി തോന്നി. അവൻ ഉടനെ അതിന് സമ്മതിച്ചു. പുറത്തേക്കിറങ്ങുമ്പോൾ അവന്റെ മുഖത്ത് ഒരു പ്രകാശമുണ്ടായിരുന്നു. ഇത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്ന് അവന്റെ മനസ്സു പറഞ്ഞു. എങ്കിലും അവൻ അറിയാം, ഇത് എളുപ്പമുള്ള വഴിയല്ല. കൂടുതൽ പരിശ്രമവും സഹനവും വേണം. ആ ദിവസം അവൻ ആകാശത്തേക്ക് നോക്കി ഒരു ദീർഘനിശ്വാസം എടുത്തുവിട്ടു. ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ശബ്ദം അവന്റെ ഉള്ളിൽ മുഴങ്ങി. എന്നാൽ അവൻ അറിയില്ലായിരുന്നു, ഈ ചെറിയ മാറ്റങ്ങൾക്ക് പിന്നാലെ ഒരു വലിയ പരീക്ഷണം തന്നെ അവനെ കാത്തിരിക്കുന്നുണ്ടെന്ന്. അടുത്ത ദിവസങ്ങളിൽ അരുണിന്റെ ജീവിതം കൂടുതൽ തിരക്കേറിയതും ഉത്തരവാദിത്തമുള്ളതുമായി മാറി. ഗേറ്റിൽ നിൽക്കുന്ന ജോലി മാത്രമല്ല, ഇപ്പോൾ അവൻ ഓഫീസിനുള്ളിലെ ചെറിയ കാര്യങ്ങളിലും സഹായിക്കാൻ തുടങ്ങി. ഫയലുകൾ ക്രമപ്പെടുത്തൽ, ആളുകളെ വഴികാട്ടൽ, ആവശ്യമായ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു നൽകൽ, ഇതെല്ലാം അവൻ ശ്രദ്ധയോടെ ചെയ്തു. ആദ്യമായി ഒരു ഓഫീസ് അന്തരീക്ഷത്തിനുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ ഓരോ കാര്യവും പഠിക്കാൻ ശ്രമിച്ചു. ആരും പറയാതെ തന്നെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ അവൻ ശ്രമിച്ചു. ചിലപ്പോൾ തെറ്റുകൾ പറ്റിയിരുന്നു, എന്നാൽ അവൻ അതിൽ നിന്ന് പഠിച്ചു. അവന്റെ പരിശ്രമം ചിലരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ചിലർ അവനെ അഭിനന്ദിച്ചു, പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരുന്നില്ല. ചിലർ അന്നും അവനെ ഒരു സാധാരണ ഗാർഡായി തന്നെ കണ്ടുപോന്നു. അവരുടെ അവഗണന അവനെ വേദനിപ്പിച്ചെങ്കിലും അവൻ അത് പുറത്തു കാണിച്ചില്ല. എനിക്ക് തെളിയിക്കണം എന്നൊരു ലക്ഷ്യം മാത്രം അവന്റെ മനസ്സിൽ ഉറച്ചിരുന്നു. ഒരു ദിവസം ഓഫീസിൽ വലിയൊരു മീറ്റിംഗ് നടക്കാനിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട ചില ആളുകൾ എത്തുമെന്ന് എല്ലാവരും പറഞ്ഞു. ആ ദിവസം എല്ലാം കൃത്യമായി നടക്കണം എന്ന ഉത്തരവാദിത്തം മാനേജർ എല്ലാവർക്കും നൽകി. അരുണിനെയും ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു. അവൻ അതിനെ വളരെ ഗൗരവമായി തന്നെ എടുത്തു. ഓരോ ചെറിയ കാര്യവും ശ്രദ്ധിച്ചു. മീറ്റിംഗ് തുടങ്ങാനിരിക്കെ ഒരു പ്രധാന ഫയൽ കാണാതായി. ഓഫീസിൽ ഒരു ആശങ്ക പടർന്നു.
എല്ലാവരും തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുമ്പോൾ ചിലരുടെ കണ്ണുകൾ അരുണിലേക്ക് തിരിഞ്ഞു. ഇവനായിരിക്കും എന്തെങ്കിലും പിഴവ് പറ്റിയത് എന്നൊരു സംശയം അവിടെ ഉയർന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ ശാന്തനായി പറഞ്ഞു. എന്നാൽ ആരും അത് വിശ്വസിച്ചില്ല. അവനെ എല്ലാവരും സംശയത്തോടെ നോക്കി. ആ നിമിഷം അവൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വീഴുന്ന പോലെ അവന് തോന്നി. എന്നാൽ അവൻ പിന്മാറിയില്ല. അവൻ ശാന്തനായി ചിന്തിച്ചു, ഫയൽ എവിടെ പോയിരിക്കും എന്ന ചോദ്യത്തോടെ അവൻ ഓർക്കാൻ തുടങ്ങി. കുറച്ചു നേരം മുമ്പ് ഒരു ജീവനക്കാരൻ ആ ഫയൽ എടുത്ത് മറ്റൊരു മുറിയിലേക്ക് പോയത് അവന് ഓർമ്മ വന്നു. ഉടനെ തന്നെ അവൻ അവിടെ പോയി നോക്കി. മേശയുടെ അടിയിൽ തെറ്റി വീണ നിലയിൽ ഫയൽ കിടക്കുകയായിരുന്നു. അവൻ അതെടുത്ത് മീറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും ആശങ്കയോടെ നിൽക്കുമ്പോൾ അവൻ ഫയൽ കൈമാറി. ഒരു നിമിഷം നിശബ്ദത പടർന്നു. പിന്നെ മാനേജർ പറഞ്ഞു, നീ നിന്നെ തന്നെ തെളിയിച്ചിരിക്കുന്നു അരുൺ. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന്റെ മനസ്സിൽ ഒരു വലിയ ആശ്വാസമുണ്ടായി. അവനെ സംശയിച്ചവർ പോലും അപ്പോൾ ഒന്നും പറയാതെ നിന്നു. ചിലർ അവനെ പുതിയ കണ്ണോടെ നോക്കി തുടങ്ങി. ആ സംഭവത്തിന് ശേഷം ഓഫീസിലെ ചിലരുടെ സമീപനം മാറി. അവനും കഴിവുണ്ട് എന്നൊരു ചിന്ത എല്ലാവരിലും ഉണ്ടായി. മാനേജർ പല കാര്യങ്ങളിലും അവന്റെ സഹായം തേടാൻ തുടങ്ങി. അരുൺ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസവും അവൻ പുതിയ കാര്യങ്ങൾ പഠിച്ചു. കമ്പ്യൂട്ടറിൽ എങ്ങനെ ജോലി ചെയ്യണം, ഫയലുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആളുകളോട് എങ്ങനെ സംസാരിക്കണം, ഇതെല്ലാം അവൻ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. അമ്മ അവനെ അഭിമാനത്തോടെ നോക്കി. നീ ഇനിയും മുന്നോട്ടു പോകും മോനെ എന്ന് അവർ പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ ഒരു സന്തോഷം നിറഞ്ഞു. എന്നാൽ അവൻ അഹങ്കാരത്തിലേക്ക് പോകാതെ തന്നെ ശാന്തനാക്കി തുടരാൻ ശ്രമിച്ചു. ഒരു ദിവസം മാനേജർ വീണ്ടും അവനെ വിളിച്ചു. ഇപ്രാവശ്യം അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഗൗരവമുണ്ടായിരുന്നു. അരുൺ കുറച്ച് ആശങ്കയോടെ അകത്ത് കയറി. മാനേജർ പറഞ്ഞു, നീ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു. നീ വിശ്വസിക്കാവുന്ന ഒരാളാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന്റെ ഹൃദയം നിറഞ്ഞു. പിന്നെ മാനേജർ തുടർന്നു, നിനക്ക് ഒരു പുതിയ അവസരം കൂടി നൽകാം. ഇത് കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. അരുണിന് അതൊരു വലിയ മാറ്റമായി തോന്നി. അവൻ ഉടനെ അതിന് സമ്മതിച്ചു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ മനസ്സിലൊരു പുതിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ ഇനി പഴയ ആളാവില്ല എന്നൊരു ബോധം അവന്റെ മനസ്സ് നിറച്ചു. എന്നാൽ അതേസമയം അവൻ ഒരു കാര്യം മനസ്സിലായിരുന്നു, ഉയരാൻ തുടങ്ങുമ്പോൾ പരീക്ഷണങ്ങളും കൂടും. ഞാൻ എന്തും നേരിടും എന്നൊരു ആത്മവിശ്വാസം അവന്റെ ഉള്ളിൽ ശക്തമായി ഉയർന്നു. പക്ഷേ അവൻ അറിയില്ലായിരുന്നു, അവന്റെ ജീവിതം ഒരിക്കൽ കൂടി വലിയൊരു പരീക്ഷണ ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്ന്. അരുണിന്റെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ആരംഭിച്ചതോടെ അവന്റെ ദിനചര്യ പൂർണ്ണമായും മാറി. ഇപ്പോൾ അവൻ സാധാരണ ജോലികളിൽ ഒതുങ്ങുന്നില്ല. ഓഫീസിലെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയായിരുന്നു. ഓരോ ഫയലും, ഓരോ സംഭാഷണവും, ഓരോ തീരുമാനവും അവൻ നിശബ്ദമായി നിരീക്ഷിച്ചു. ആരും പറഞ്ഞുകൊടുക്കാതെ തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ അവൻ തുടങ്ങി. ചിലർക്കത് സാധാരണമായി തോന്നിയെങ്കിലും മാനേജർ മാത്രം അവന്റെ ഉള്ളിൽ നടക്കുന്ന മാറ്റം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇവൻ എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്നൊരു സംശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ പല ദിവസങ്ങളിലായി ഉയർന്നു വന്നു. ഒരു ദിവസം രാവിലെ ഓഫീസിൽ വലിയൊരു പ്രശ്നമുണ്ടായി. കമ്പനിയുടെ ഒരു പ്രധാന ക്ലയന്റുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് പൂർണ്ണമായും നിലച്ചു. സിസ്റ്റത്തിൽ കണക്കുകൾ ഒത്തുപോകുന്നില്ല. ഫിനാൻഷ്യൽ ഡാറ്റയിൽ വലിയൊരു പൊരുത്തക്കേടുണ്ടായി. സീനിയർ സ്റ്റാഫുകൾ മുഴുവൻ ഒരുമിച്ചിരുന്ന പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആർക്കും ശരിയായ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമയം കടന്നുപോയി. ക്ലയന്റ് ഇതിനകം തന്നെ കോപത്തിലാണ്. ഇന്ന് തന്നെ ഇത് ക്ലിയർ ചെയ്യണം എന്ന് മാനേജർ സമ്മർദ്ദത്തിൽ പറഞ്ഞു. അവിടെ ഒരു ഭാരം നിറഞ്ഞ അന്തരീക്ഷം നിറഞ്ഞു. ഓരോരുത്തരും തങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമിച്ചെങ്കിലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. അരുൺ ആ സമയത്ത് പുറത്തു നിന്നുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ നേരിട്ട് ആ ജോലിയിലില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടും കേട്ടും ചില കാര്യങ്ങൾ അവന്റെ മനസ്സിൽ ഓർമ്മയായി നിലനിന്നിരുന്നു. സിസ്റ്റത്തിൽ ഡാറ്റ എങ്ങനെ എൻറ്റർ ചെയ്യുന്നു, എങ്ങനെ വെരിഫൈ ചെയ്യുന്നു. അവൻ ശാന്തനായി നിന്ന് എല്ലാം പഠിച്ചിരുന്നു. കുറച്ചു നേരം അവൻ മിണ്ടാതെ നിന്നു. പിന്നെ ധൈര്യത്തോടെ അകത്ത് കടന്നു വന്നു. സർ, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് അവൻ വളരെ ശാന്തനായി ചോദിച്ചു. ആദ്യം ചിലർ അവനെ അവഗണിച്ചു. ഇത് നിനക്ക് മനസ്സിലാവില്ല എന്നൊരു ശബ്ദം കേട്ടു. എന്നാൽ മാനേജർ അവനെ നോക്കി. അരുൺ പറയ് എന്ന് പറഞ്ഞു. അരുൺ കുറച്ചു നിമിഷം നിശബ്ദനായി നിന്നു. പിന്നെ വളരെ ലളിതമായി പറഞ്ഞു, ഇത് കണക്കിലെ തെറ്റല്ല സർ, ഇത് ഡാറ്റ എൻട്രി ഓർഡറിലുള്ള പ്രശ്നമാണ്. എല്ലാവരും ഒരു നിമിഷം അവനെ ഒന്ന് നോക്കി. അവൻ തുടർന്നു, ഇന്നലെ ഒരു ഫയൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സീക്വൻസ് മാറിയിരുന്നു. അതുകൊണ്ട് പഴയ വിലകൾ പുതിയതുമായി മാച്ച് ആകുന്നില്ല. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ ചിലർ ചിരിച്ചു. ഇത് ഇത്ര സിമ്പിളാണോ എന്നൊരു പരിഹാസം.
പക്ഷേ മാനേജർ ഉടനെ സിസ്റ്റം ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അവർ അരുൺ പറഞ്ഞ രീതിയിൽ പരിശോധിച്ചപ്പോൾ പ്രശ്നം അതുതന്നെയാണെന്ന് തെളിഞ്ഞു. ഒരു നിമിഷം ആ മുറി മുഴുവൻ നിശബ്ദമായി. ആർക്കും ഒന്നും പറയാനായില്ല. മണിക്കൂറുകളായി പരിഹരിക്കാനാകാത്ത പ്രശ്നം അരുൺ ചില നിമിഷങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നു. മാനേജർ പതുക്കെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അരുണിനെ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വ്യക്തമായ ഒരു അത്ഭുതമുണ്ടായിരുന്നു. നിനക്കിതെങ്ങനെ മനസ്സിലായി അരുൺ എന്ന് അദ്ദേഹം ചോദിച്ചു. അരുൺ വളരെ ലളിതമായി മറുപടി നൽകി. ഞാൻ നോക്കി പഠിച്ചതാണ് സർ. ആ വാക്കുകൾ കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരേ സംശയം. ഇവൻ സാധാരണക്കാരനല്ല. ആ ദിവസം വൈകുന്നേരം ഓഫീസിൽ ഒരു വലിയ മാറ്റമുണ്ടായി. മാനേജർ എല്ലാവർക്കും മുന്നിൽ അവനെ വിളിച്ചു. ഇന്ന് ഈ പ്രോജക്റ്റ് രക്ഷിച്ചത് ഇയാളാണ് എന്ന് തുറന്നു പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കൽ പരിഹസിച്ചിരുന്നവരാണ് ഇപ്പോൾ മിണ്ടാതെ നിൽക്കുന്നത്. അവന്റെ ഉള്ളിൽ വലിയൊരു ആത്മവിശ്വാസം ഉയർന്നു വന്നു. എനിക്ക് കഴിയും എന്നൊരു ഉറച്ച ശബ്ദം അവന്റെ മനസ്സിൽ മുഴങ്ങി. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു പുതിയ സത്യം അവൻ മനസ്സിലാക്കി. അവൻ കയറാൻ തുടങ്ങിയത് വളരെ ഉയർന്ന പാതയിലേക്കാണ്. ആ ദിവസത്തിനു ശേഷം അരുണിന്റെ ജീവിതം പൂർണ്ണമായും മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞു. മുമ്പ് ആരും ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്ന അവൻ ഇപ്പോൾ ഓഫീസിൽ എല്ലാവരാലും അറിയപ്പെടുന്ന ആളായി മാറി. മാനേജർ അവനെ പല പ്രധാന കാര്യങ്ങളിലും ഉൾപ്പെടുത്താൻ തുടങ്ങി. ചെറിയ സഹായങ്ങളിൽ നിന്ന് ആരംഭിച്ച അവന്റെ ജോലി ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഓരോ മീറ്റിംഗിലും അവൻ നിശബ്ദമായി ഇരുന്ന് എല്ലാം ശ്രദ്ധിച്ചു. ആരും പറഞ്ഞില്ലെങ്കിലും അവൻ കാര്യങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ തുടങ്ങി. ഇവൻ വെറും കഠിനാധ്വാനി മാത്രമല്ല, അവന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നൊരു അഭിപ്രായം ഓഫീസിൽ മുഴുവൻ പടർന്നു. ഒരു ദിവസം കമ്പനിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലയന്റ് മീറ്റിംഗ് നടക്കാനിരിക്കുകയായിരുന്നു. വലിയൊരു പ്രോജക്റ്റ് നേടാൻ അത് നിർണായകമായിരുന്നു. മാനേജർ അടക്കമുള്ള സീനിയർ ടീം മുഴുവൻ തയ്യാറായി. എന്നാൽ മീറ്റിംഗ് തുടങ്ങാനിരിക്കെ ഒരു പ്രശ്നമുണ്ടായി. പ്രസന്റേഷൻ തയ്യാറാക്കിയ പ്രധാന ഉദ്യോഗസ്ഥൻ അടിയന്തരമായി പുറത്തേക്ക് പോകേണ്ടി വന്നു. ആ ഫയൽ പൂർണ്ണമായും ആരും മനസ്സിലാക്കിയിട്ടില്ല. ക്ലയന്റ് അതിനകം എത്തിച്ചേർന്നു. ഇനി ആരാണിത് ഹാൻഡിൽ ചെയ്യുക എന്നൊരു ആശങ്ക എല്ലാവരുടെയും മുഖത്ത് പ്രകടമായി. മുറിയിൽ ഒരു നിശബ്ദത പടർന്നു. ആ സമയത്ത് മാനേജറുടെ കണ്ണ് അരുണിലേക്ക് തിരിഞ്ഞു. കുറച്ചു നിമിഷം അദ്ദേഹം ആലോചിച്ചു. പിന്നെ പതുക്കെ പറഞ്ഞു, നീ ഒന്ന് ശ്രമിക്കുമോ അരുൺ? അരുണിന്റെ ഹൃദയം ശക്തമായി മിടിക്കാൻ തുടങ്ങി. ഇതുവരെ ഇത്തരമൊരു അവസരം അവന് ലഭിച്ചിട്ടില്ല. ഒരു നിമിഷം അവൻ മിണ്ടാതെ നിന്നു. എനിക്ക് കഴിയുമോ എന്ന സംശയം അവന്റെ ഉള്ളിൽ ഉയർന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൻ തന്നെ ഓർമ്മിപ്പിച്ചു, താൻ ഇതുവരെ എത്തിയത് ഭയന്നിട്ടല്ല. അവൻ ശാന്തനായി തല ഉയർത്തി. ഞാനൊന്ന് ശ്രമിക്കാം സർ എന്ന് പറഞ്ഞു. പ്രസന്റേഷൻ ഫയൽ തുറന്ന് അവൻ കുറച്ചു നിമിഷങ്ങൾ അത് വായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടും കേട്ടും മനസ്സിലാക്കിയ കാര്യങ്ങൾ അവന്റെ മനസ്സിൽ ഒത്തുചേർന്നു. പിന്നെ അവൻ മുന്നോട്ട് നടന്നു. ക്ലയന്റിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ നിശബ്ദതയുണ്ടായി. എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ശബ്ദം അല്പം പതിഞ്ഞതായിരുന്നു, പക്ഷേ ഓരോ വാക്കും വ്യക്തമായിക്കൊണ്ടിരുന്നു. അവൻ പ്രോജക്റ്റിന്റെ ആശയം ലളിതമായി വിശദീകരിച്ചു. കണക്കുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് ഈ പ്രോജക്റ്റിന്റെ ശക്തി, എന്താണ് സാധ്യതകൾ, അവൻ എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു. അവന്റെ സംസാരത്തിൽ ആത്മവിശ്വാസം പതുക്കെ വളർന്നു. ചില ചോദ്യങ്ങൾ ക്ലയന്റ് ചോദിച്ചപ്പോൾ അവൻ ശാന്തനായി മറുപടി നൽകി. അവൻ പുതിയ ആശയങ്ങളും നിർദ്ദേശിച്ചു. മുറിയിലിരുന്ന എല്ലാവർക്കും അത്ഭുതം തോന്നി. ഇവൻ ഇതെല്ലാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടായി. മീറ്റിംഗ് അവസാനിക്കുമ്പോൾ ക്ലയന്റ് പറഞ്ഞു, ദിസ് വാസ് ഇംപ്രസീവ്. ആ വാക്കുകൾ കേട്ടപ്പോൾ മാനേജറുടെ മുഖത്ത് ഒരു സന്തോഷം തെളിഞ്ഞു. മീറ്റിംഗിന് ശേഷം മാനേജർ അരുണിനെ വിളിച്ചു. കുറച്ചു നിമിഷം അദ്ദേഹം ഒന്നും പറയാതെ അവനെ നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അരുൺ. ആ വാക്കുകളിൽ ഒരു അഭിമാനവും അത്ഭുതവും നിറഞ്ഞിരുന്നു. നീ വെറുതെ പഠിക്കുന്ന ആളല്ല, നീ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അരുണിന് അതൊരു വലിയ അംഗീകാരമായി തോന്നി. അവൻ ഒന്നും പറയാതെ നിൽക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞിരുന്നു. ഒരിക്കൽ അവനെ പരിഹസിച്ചിരുന്നവരാണ് ഇപ്പോൾ അവനെ ആദരവോടെ കാണുന്നത്. ആ ദിവസം അവൻ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. എനിക്കറിയാമായിരുന്നു മോനെ, നീ ഉയരങ്ങളിലെത്തും എന്നവർ പറഞ്ഞു. ആ രാത്രി അരുൺ വീടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി. കാറ്റ് പതുക്കെ വീശി. അവന്റെ മനസ്സിൽ ഒരു വലിയ സമാധാനമുണ്ടായി. ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ല ഞാൻ മാറി എന്നൊരു ബോധം അവനിൽ നിറഞ്ഞു. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു പുതിയ ചിന്തയും അവന്റെ ഉള്ളിൽ ഉദിച്ചു. ഇത് തുടക്കം മാത്രമല്ലേ? അവൻ ഇപ്പോൾ മനസ്സിലാക്കി, തന്റെ കഴിവ് മറ്റുള്ളവർ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അവന് നിൽക്കാൻ സാധിക്കില്ല, മുന്നോട്ട് പോകണം, ഉയരങ്ങളിലേക്ക് എത്തണം.
ആ രാത്രിയിൽ അവൻ ഉറങ്ങുമ്പോൾ ഭയമല്ല, പ്രതീക്ഷയായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ അവൻ അറിയില്ലായിരുന്നു ഈ ഉയർച്ചയ്ക്ക് പിന്നാലെ അവന്റെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണം കാത്തിരിക്കുന്നുണ്ടെന്ന്. അരുണിന്റെ കഴിവ് എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങിയതോടെ ഓഫീസിലെ അവന്റെ സ്ഥാനം കൂടുതൽ ശക്തമായി. ഇപ്പോൾ അവനെ ചെറിയ ജോലികൾക്കായി മാത്രം വിളിക്കാറില്ല. പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട മീറ്റിംഗുകളിലും അവൻ പങ്കെടുക്കാൻ തുടങ്ങി. മാനേജർ പലപ്പോഴും അവന്റെ അഭിപ്രായം ചോദിച്ചു. ഇതിനെക്കുറിച്ച് നിനക്കെന്താണ് തോന്നുന്നത് എന്ന ചോദ്യം കേൾക്കുമ്പോൾ അരുൺ ആദ്യമൊക്കെ മിണ്ടാതെയിരുന്നു. പിന്നെ പതുക്കെ അവൻ തന്റെ ചിന്തകൾ തുറന്നു പറയാൻ തുടങ്ങി. അവന്റെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ശരിയാണെന്ന് തെളിഞ്ഞപ്പോൾ അവനെ പറ്റിയുള്ള വിശ്വാസം കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ ആ വളർച്ച ചിലരിൽ ഭയമുണ്ടാക്കി. ഇവൻ ഇങ്ങനെ മുന്നോട്ടു പോയാൽ എന്നൊരു ആശങ്ക അവരുടെയെല്ലാം ഉള്ളിൽ വളർന്നു. അവർ പുറത്തേക്ക് ചിരിച്ചെങ്കിലും ഉള്ളിൽ അവനെ തടയാനുള്ള ശ്രമം ആരംഭിച്ചു. ഒരു ദിവസം കമ്പനിക്ക് വളരെ വലിയ ഒരു അവസരം ലഭിച്ചു. ഒരു പ്രമുഖ കമ്പനിയുമായി ചേർന്ന് ഒരു വലിയ പ്രോജക്റ്റ് നേടാനുള്ള സാധ്യതയുണ്ടായി. ഇത് വിജയിച്ചാൽ കമ്പനിയുടെ നില തന്നെ മാറും. മാനേജർ ആ പ്രൊജക്ട് കൈകാര്യം ചെയ്യാൻ ഒരു ചെറിയ ടീം രൂപീകരിച്ചു. അതിൽ അരുണിനെയും ഉൾപ്പെടുത്തി. ചില സീനിയർ സ്റ്റാഫ് അതിൽ അസ്വസ്ഥരായി. ഇവനെ എന്തിനു ഉൾപ്പെടുത്തണം എന്ന ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ മാനേജർ ഉറച്ച നിലപാടിലായിരുന്നു. അവൻ തന്റെ കഴിവ് തെളിയിച്ചവനാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അരുണിന് അത് വലിയൊരു ഉത്തരവാദിത്തമായി തോന്നി. അവൻ ഇതുവരെ എത്തിയതെല്ലാം ഒരു തുടക്കം മാത്രമാണെന്ന് അവൻ മനസ്സിലാക്കി. ഇനി ഓരോ തീരുമാനവും നിർണായകമാണ്. പ്രോജക്റ്റിന്റെ ആദ്യഘട്ടം തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. കണക്കുകൾ, പ്ലാനിംഗ്, ക്ലയന്റിന്റെ ആവശ്യങ്ങൾ എല്ലാം വളരെ സങ്കീർണമായിരുന്നു. ടീം അംഗങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. ചിലർ ഒരു രീതിയിൽ പോകണമെന്ന് പറഞ്ഞു, മറ്റുള്ളവർ വേറെ ഒരു വഴി നിർദ്ദേശിച്ചു. മീറ്റിംഗുകൾ നീണ്ടുപോയി. പക്ഷേ ഒരു വ്യക്തമായ തീരുമാനം ആർക്കും എടുക്കാൻ കഴിഞ്ഞില്ല. സമയം നഷ്ടപ്പെട്ടു. ക്ലയന്റ് സമ്മർദ്ദം കൂട്ടി. നിങ്ങൾക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നൊരു സംശയം അവർ തുറന്നു ചോദിച്ചു. ആ വാക്കുകൾ മുഴുവൻ ടീമിനും ഒരു വലിയ സമ്മർദ്ദമായി മാറി. ആ നിമിഷം എല്ലാവരും ചർച്ചയിൽ ഏർപ്പെട്ടപ്പോൾ അരുൺ മിണ്ടാതെയിരുന്ന് എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ പതുക്കെ എഴുന്നേറ്റു. ഞാനൊരു കാര്യം പറയാം എന്നവൻ പറഞ്ഞു. ചിലർ അസഹിഷ്ണുതയോടെ അവനെ നോക്കി. എന്നാൽ മാനേജർ അവനെ സംസാരിക്കാൻ അനുവദിച്ചു. അരുൺ വളരെ ലളിതമായി തന്റെ ചിന്ത അവതരിപ്പിച്ചു. നമ്മൾ എല്ലാവരും വലിയ രീതിയിൽ ചിന്തിക്കുകയാണ്, പക്ഷേ പ്രശ്നം ചെറിയ ഭാഗങ്ങളിലാണ് എന്നവൻ തുടങ്ങി. അവൻ പ്രോജക്റ്റ് ചെറിയ ഘട്ടങ്ങളായി വിഭജിക്കാൻ നിർദ്ദേശിച്ചു. ഓരോ ഘട്ടത്തിനും വ്യക്തമായ ഉത്തരവാദിത്തം നിശ്ചയിക്കണമെന്നും പറഞ്ഞു. കൂടാതെ ക്ലയന്റുമായി നേരിട്ട് സംവദിച്ച് അവരുടെ പ്രധാന ആവശ്യങ്ങൾ ആദ്യം പൂർത്തിയാക്കണമെന്നും നിർദ്ദേശിച്ചു. അവന്റെ വാക്കുകൾ വളരെ ലളിതമായിരുന്നു, പക്ഷേ അതിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നു. എല്ലാവരും ആലോചിച്ചു. ഇത് ശ്രമിച്ചു നോക്കാം എന്ന് മാനേജർ പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ടീം അരുണിന്റെ പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. കാര്യങ്ങൾ പതുക്കെ മുന്നോട്ട് നീങ്ങി. ഓരോ ഘട്ടവും പൂർത്തിയാകുമ്പോൾ ആത്മവിശ്വാസം കൂടി വന്നു. ക്ലയന്റ് വീണ്ടും മീറ്റിംഗിൽ എത്തിയപ്പോൾ അവർ മാറ്റം ശ്രദ്ധിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് എന്നവർ പറഞ്ഞു. അത് ടീമിന് വലിയൊരു അംഗീകാരമായി. അവസാന ഘട്ടത്തിൽ പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയായി. ആ ദിവസം ഓഫീസിൽ ഒരു സന്തോഷം നിറഞ്ഞ അന്തരീക്ഷമുണ്ടായി. മാനേജർ എല്ലാവരുടെയും മുന്നിൽ അരുണിനെ വിളിച്ചു. ഈ പ്രോജക്റ്റ് വിജയിപ്പിച്ചത് അരുണിന്റെ ആശയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന്റെ ഹൃദയം നിറഞ്ഞു. ആ രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അരുൺ പതുക്കെ നടന്നു. ഗ്രാമത്തിന്റെ പഴയ വഴികൾ ഇപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ അവൻ മാറിയിരുന്നു. വീടിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ ആകാശത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ സംശയമില്ല. എനിക്ക് എന്തും നേടാൻ കഴിയും എന്നൊരു ഉറച്ച വിശ്വാസം മാത്രം. അമ്മ അവനെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ അഭിമാനമുണ്ടായിരുന്നു. എന്നാൽ അതിനൊപ്പം തന്നെ ഒരു വലിയ സത്യം അവൻ മനസ്സിലാക്കി. ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ ഒറ്റപ്പെടലും പരീക്ഷണങ്ങളും കൂടും. അവൻ തയ്യാറായിരുന്നു. കാരണം ഇപ്പോൾ അവന് ഭയമല്ല, ലക്ഷ്യമാണ് മുന്നിൽ കാണുന്നത്. പ്രോജക്റ്റിന്റെ വിജയത്തിനു ശേഷം പലരും അവന്റെ അഭിപ്രായം തേടാൻ തുടങ്ങി. ചിലർ അവനെ കണ്ട് പഠിക്കാനും തുടങ്ങി. മാനേജർ പോലും പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവനെ കൂട്ടിരുത്തി. ഈ മാറ്റം അരുണിന് വലിയ ഉത്തരവാദിത്തമായി തോന്നി. അവൻ കൂടുതൽ ശ്രദ്ധയോടെ ഓരോ കാര്യവും കൈകാര്യം ചെയ്തു. എന്നാൽ അതേസമയം ഓഫീസിൽ ഒരു സൂക്ഷ്മമായ മാറ്റവും ആരംഭിച്ചു. ഒരു ദിവസം മാനേജർ അരുണിനെ ഒറ്റയ്ക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഗൗരവമുണ്ടായിരുന്നു. നിനക്ക് ഞാനൊരു പുതിയ ചുമതല നൽകാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അരുൺ ശ്രദ്ധയോടെ അത് കേട്ടു. നമ്മുടെ കമ്പനിയുടെ പുതിയ ബ്രാഞ്ച് ആരംഭിക്കാൻ പോകുന്നു. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നീ കൈകാര്യം ചെയ്യണം. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന്റെ മനസ്സിൽ ഒരു വലിയ ആശ്ചര്യമുണ്ടായി.
ഇതുവരെ അവൻ ചെയ്തതെല്ലാം ഒരു തയ്യാറെടുപ്പായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇത് ഒരു വലിയ അവസരമാണ്, എന്നാൽ അതിനൊപ്പം തന്നെ വലിയൊരു അപകട സാധ്യതയും ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ എന്ന് അവൻ ശാന്തനായി ചോദിച്ചു. മാനേജർ ചിരിച്ചു. നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അരുൺ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അടുത്ത ദിവസങ്ങളിൽ അരുണിന്റെ ജീവിതം കൂടുതൽ തിരക്കേറിയതായി. പുതിയ ബ്രാഞ്ചിനുള്ള സ്ഥലം കണ്ടെത്തൽ, ആളുകളെ തിരഞ്ഞെടുക്കൽ, സംവിധാനങ്ങൾ ഒരുക്കൽ എല്ലാം അവന്റെ ഉത്തരവാദിത്തമായിരുന്നു. അവൻ ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടെ ചെയ്തു. എന്നാൽ ആ സമയത്ത് ചില തടസ്സങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു. ചില ഡീലുകൾ അവസാന നിമിഷം തകർന്നു. ചില ആളുകൾ വാഗ്ദാനം പാലിച്ചില്ല. ചിലപ്പോൾ അവൻ എടുത്ത തീരുമാനങ്ങൾ തന്നെ തിരിച്ചടിയായി മാറിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വലിയൊരു സാമ്പത്തിക പ്രശ്നം നേരിട്ടു. ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാനാവുമോ എന്ന സംശയം അവന്റെ മനസ്സിൽ ശക്തമായി ഉയർന്നു. അവൻ ഒരു നിമിഷം ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു. ഇതുവരെ അവൻ നേരിട്ടതിനേക്കാൾ വലിയ പരീക്ഷണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ നിമിഷം അവൻ തന്റെ പഴയ ദിവസങ്ങൾ ഓർമ്മിച്ചു. ജോലി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ ദിവസങ്ങൾ, ആളുകളുടെ പരിഹാസം, അമ്മയുടെ വാക്കുകൾ എല്ലാം ഒരുമിച്ച് മനസ്സിൽ തെളിഞ്ഞു. അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത് എന്നൊരു ബോധം അവനെ വീണ്ടും ശക്തനാക്കി. അവൻ വീണ്ടും എഴുന്നേറ്റു. പ്രശ്നങ്ങളെ ഓരോന്നായി പരിഹരിക്കാൻ തുടങ്ങി. അനാവശ്യ ചിലവുകൾ കുറച്ചു. ശരിയായ ആളുകളെ കണ്ടെത്തി. ചില കഠിനമായ തീരുമാനങ്ങൾ എടുത്തു. ചിലർ അവനെ വിമർശിച്ചു, പക്ഷേ അവൻ അതൊന്നും കാര്യമാക്കിയില്ല. അവന്റെ ശ്രദ്ധ ലക്ഷ്യത്തിൽ മാത്രമായിരുന്നു. ഇത് വിജയിപ്പിക്കണം എന്നൊരു ഉറച്ച തീരുമാനത്തോടെ അവൻ മുന്നോട്ട് നീങ്ങി. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം കാര്യങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങി. മുമ്പ് തകർന്നുപോയ ഡീലുകൾ വീണ്ടും തുറന്നു. പുതിയ അവസരങ്ങൾ വന്നു ചേർന്നു. ടീം ശക്തമായി. ഓരോ ദിവസവും ചെറിയ വിജയങ്ങളുണ്ടായി. ഒടുവിൽ ആ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. ആദ്യ ദിവസം തന്നെ നല്ല പ്രതികരണം ലഭിച്ചു. ആ ദിവസം അരുൺ നിശബ്ദനായി നിന്ന് എല്ലാം നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു തൃപ്തിയുണ്ടായിരുന്നു. ഇത് ഞാൻ സാധിച്ചെടുത്തു എന്നൊരു ചിന്ത അവനിൽ നിറഞ്ഞു. അതേസമയം മാനേജർ അവന്റെ അടുത്തേക്ക് വന്നു. നീ എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമാണ് അരുൺ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ അരുണിന്റെ മനസ്സിൽ ഒരു വലിയ അംഗീകാരമായി മാറി. ആ രാത്രി അരുൺ ഒറ്റയ്ക്ക് പുറത്തു നിന്നു. കാറ്റ് പതുക്കെ വീശി. പുതിയ ബ്രാഞ്ചിന്റെ ബോർഡ് ലൈറ്റിൽ തെളിഞ്ഞു നിന്നു. അവൻ അതിനെ നോക്കി കുറച്ചു നിമിഷങ്ങൾ നിശബ്ദമായി നിന്നു. ഇത് എന്റെ ഉയർച്ചയുടെ തുടക്കമാണ് എന്നൊരു ചിന്ത അവന്റെ ഉള്ളിൽ ഉറച്ചു. എന്നാൽ അതേസമയം ഒരു പുതിയ ബോധവും അവൻ നേടി. ഉയരങ്ങൾ എത്ര വലിയതാണോ അത്ര വലിയ പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല, ഒരു ടീമിനെയും ഒരു ഉത്തരവാദിത്തത്തെയും അവൻ നയിക്കുന്നു. അതിനാൽ ഇനി ഓരോ തീരുമാനവും കൂടുതൽ ശ്രദ്ധയോടെ എടുക്കണം. അവൻ പതുക്കെ ഒരു ദീർഘനിശ്വാസം എടുത്തുവിട്ടു. ഞാൻ തയ്യാറാണ് എന്നൊരു ശബ്ദം അവന്റെ ഉള്ളിൽ മുഴങ്ങി. പക്ഷേ അവൻ അറിയില്ലായിരുന്നു ഇനി വരാനിരിക്കുന്ന പരീക്ഷണം ഇതുവരെ കണ്ടതിലും കഠിനമായിരിക്കുമെന്ന്. പുതിയ ബ്രാഞ്ച് വിജയകരമായി മുന്നോട്ടു പോകുമ്പോൾ അരുണിന്റെ ജീവിതം പുറത്തുനിന്ന് നോക്കുമ്പോൾ പൂർണ്ണമായും സുഖകരമായി തോന്നി. എല്ലാവരും അവനെ വിജയത്തിന്റെ ഉദാഹരണമായി കാണാൻ തുടങ്ങി. എന്നാൽ ആ ശാന്തത നീണ്ടുനിന്നില്ല. ഒരു ദിവസം കമ്പനിയിലേക്ക് ഒരു വലിയ വാർത്ത എത്തി. പ്രധാന ഹെഡ് ഓഫീസിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ആരംഭിച്ചു. ചില തെറ്റായ തീരുമാനങ്ങളും നഷ്ടങ്ങളും ചേർന്നപ്പോൾ കമ്പനി തന്നെ പ്രതിസന്ധിയിലേക്ക് വീണു. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കമ്പനി അടയ്ക്കേണ്ടി വരും എന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചു. മാനേജർ അരുണിനെ വിളിച്ചു. ഇപ്രാവശ്യം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരു ഭാരമുണ്ടായിരുന്നു. നമുക്കൊരു വഴി കണ്ടെത്തണം അരുൺ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ നിമിഷം അരുൺ മനസ്സിലാക്കി, ഇതുവരെ അവൻ നേടിയതെല്ലാം ഇപ്പോൾ ഒരു പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ബ്രാഞ്ച് വിജയിപ്പിച്ചതുപോലെ ഇപ്പോൾ മുഴുവൻ കമ്പനിയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവന്റെ മുന്നിൽ നിൽക്കുകയാണ്. അവൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ഇതത്ര എളുപ്പമല്ല എന്ന സത്യം അവൻ അറിയാം. എന്നാൽ പിന്നോട്ടു പോകാൻ അവൻ തയ്യാറായില്ല. അടുത്ത ദിവസങ്ങളിൽ അരുൺ മുഴുവൻ ശ്രദ്ധ ഈ പ്രശ്നത്തിലേക്ക് തിരിച്ചു. എല്ലാ കണക്കുകളും വീണ്ടും വീണ്ടും പരിശോധിച്ചു. എവിടെയാണ് നഷ്ടമുണ്ടായത്, എന്തായിരുന്നു തെറ്റായ തീരുമാനം, എല്ലാം അവൻ ആഴത്തിൽ പഠിച്ചു. ചിലർ പറഞ്ഞു ഇതിനി രക്ഷിക്കാനാവില്ല. എന്നാൽ അവൻ അത് കേട്ടില്ല. ഒരു വഴിയുണ്ടാകും എന്ന വിശ്വാസം മാത്രം അവന്റെ മനസ്സിൽ ഉയർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ ഒരു പ്ലാൻ തയ്യാറാക്കി. പുതിയ മാർക്കറ്റിലേക്ക് കടക്കുക, ചെറിയ പക്ഷെ സ്ഥിരമായ ലാഭം ഉറപ്പാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക, ഇവയായിരുന്നു അവന്റെ ആശയം. മീറ്റിംഗിൽ എല്ലാവരും അവന്റെ പ്ലാൻ കേട്ടു. ചിലർ സംശയിച്ചു, ഇത് റിസ്ക് ആണ്. എന്നാൽ അരുൺ ശാന്തനായി പറഞ്ഞു, റിസ്ക് എടുക്കാതെ നമുക്ക് രക്ഷപ്പെടാനാവില്ല. ആ വാക്കുകൾക്ക് പിന്നിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഒടുവിൽ മാനേജർ അവന്റെ പ്ലാൻ അംഗീകരിച്ചു. അടുത്ത ചില മാസങ്ങൾ വളരെ കഠിനമായിരുന്നു. ഓരോ ദിവസവും ഒരു പോരാട്ടമായിരുന്നു. ചെറിയ ചെറിയ വിജയങ്ങൾ, ചില പരാജയങ്ങൾ,
എല്ലാം കൂടി മുന്നോട്ട് നീങ്ങി. എന്നാൽ അരുൺ ഒരിക്കലും പിന്മാറിയില്ല. അവൻ തന്റെ ടീമിന്റെ കൂടെ നിന്നു, അവരെ പ്രോത്സാഹിപ്പിച്ചു. നമുക്കിത് സാധിക്കും എന്ന വിശ്വാസം എല്ലാവരിലും നിറച്ചു. ഒടുവിൽ ഒരു ദിവസം അവർ കാത്തിരുന്ന ഫലമെത്തി. കമ്പനി വീണ്ടും ലാഭത്തിലേക്ക് മടങ്ങി. വലിയ പ്രശ്നം മറികടന്നു. ആ ദിവസം ഓഫീസിൽ ഒരു വലിയ ആശ്വാസമുണ്ടായി. മാനേജർ എല്ലാവരുടെയും മുന്നിൽ അരുണിനെ വിളിച്ചു. കുറച്ചു നിമിഷം അദ്ദേഹം ഒന്നും പറയാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, ഈ കമ്പനി ഇന്നും നിലനിൽക്കുന്നത് ഇദ്ദേഹം ഒരാൾ കാരണം മാത്രമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും കൈയടിച്ചു. ഒരിക്കൽ അവനെ പരിഹസിച്ചിരുന്നവരും പ്രോത്സാഹിപ്പിച്ചിരുന്നവരും ഒന്നടങ്കം അവനെ ആദരവോടെ നോക്കി തുടങ്ങി. ആ രാത്രി അരുൺ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി. ഒരിക്കൽ ഇതേ ആകാശത്തിന് കീഴിൽ അവൻ സംശയത്തോടെ നിന്നിരുന്നു. ഇന്ന് അവൻ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നു. അവന്റെ കണ്ണുകളിൽ ഒരു ശാന്തതയുണ്ടായിരുന്നു. എന്റെ ജീവിതം ഞാൻ തന്നെ മാറ്റി എന്നൊരു ബോധം അവനിൽ നിറഞ്ഞു. അരുൺ മനസ്സിൽ ഒരു വാക്ക് മാത്രം പറഞ്ഞു, ഇനി എന്തു വന്നാലും ഞാൻ തയ്യാറാണ്. കാലം മുന്നോട്ടു പോയപ്പോൾ അരുണിന്റെ ജീവിതം പൂർണ്ണമായും മാറിയിരുന്നു. ഒരിക്കൽ ചെറിയ ജോലിക്കായി വാതിലുകൾ തട്ടിയിരുന്ന അവൻ ഇന്ന് പലർക്കും അവസരങ്ങൾ നൽകുന്ന നിലയിലേക്കെത്തി. കമ്പനിയുടെ വളർച്ചയോടൊപ്പം അവന്റെ പേര് നഗരത്തിനും ഗ്രാമത്തിനും പുറത്തേക്ക് പടർന്നു. പുതിയ ബ്രാഞ്ചുകൾ തുറന്നു. പലരും അവന്റെ കീഴിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അവൻ സംസാരിക്കുന്ന ഓരോ വാക്കും ആളുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും അരുൺ തന്റെ പഴയ ജീവിതം ഒരിക്കലും മറന്നില്ല. അവൻ വന്ന വഴി അവന്റെ മനസ്സിൽ എല്ലായ്പ്പോഴും തെളിഞ്ഞു നിന്നു. അതാണ് അവനെ കൂടുതൽ നിലനിർത്തിയത്. ഉയരങ്ങൾ കൈവരിച്ചിട്ടും അവൻ വിനയത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങി. ഒരു ദിവസം അവൻ തന്റെ ഗ്രാമത്തിലേക്ക് തിരികെ എത്തി. വർഷങ്ങൾക്ക് ശേഷം അതേ വഴികളിലൂടെ നടക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ഒരു നിമിഷം നിന്നു. ഒരിക്കൽ പരിഹാസവും അവഗണനയും നിറഞ്ഞിരുന്ന ആ വഴികൾ ഇന്ന് മാറിയിരിക്കുന്നു. ആളുകൾ അവനെ കണ്ടപ്പോൾ മുഖത്ത് ഒരു ബഹുമാനവും അത്ഭുതവും പ്രകടമായി. ഇത് അരുണല്ലേ എന്നൊരു ശബ്ദം പതുക്കെ പടർന്നു. ചിലർ അവന്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു, ചിലർ ദൂരത്ത് നിന്ന് നോക്കി. ഒരിക്കൽ അവനെ കണ്ട് ചിരിച്ചവരാണ് ഇന്ന് അവനെ അഭിമാനത്തോടെ നോക്കുന്നത്. ആ നിമിഷം അരുൺ ഒന്നും പറയാതെ ശാന്തനായി ചിരിച്ചു. അവന്റെ കണ്ണുകളിൽ ഒരു തൃപ്തിയുണ്ടായിരുന്നു. അവൻ ആരോടും പ്രതികാരം ചെയ്യാൻ വന്നതല്ല. അവൻ തന്റെ ജീവിതം കൊണ്ട് മറുപടി പറഞ്ഞിരിക്കുന്നു. ചായക്കടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ പഴയ ഓർമ്മകൾ അവന്റെ മനസ്സിൽ തെളിഞ്ഞു. ഒരിക്കൽ അവനെ പരിഹസിച്ചിരുന്ന അതേ ആളുകൾ ഇന്ന് അവന്റെ മുന്നിൽ നിശബ്ദമായി നിൽക്കുന്നു. ആരും ഒന്നും പറയാൻ ധൈര്യപ്പെട്ടില്ല. അരുൺ അവരെ നോക്കി. അവന്റെ കണ്ണുകളിൽ കോപമോ അഹങ്കാരമോ ഇല്ല, ഒരു സമാധാനം മാത്രം. എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു എന്നൊരു ബോധം അവന്റെ ഉള്ളിൽ വീണ്ടും ഉറപ്പിച്ചു. ആ നിമിഷം അവൻ മനസ്സിലാക്കി, തന്റെ വിജയം മറ്റുള്ളവരെ താഴെ ഇറക്കുന്നതിലല്ല, തന്നെ തന്നെ ഉയർത്തുന്നതിലാണ്. അവൻ ഒന്നും പറയാതെ അവിടെ നിന്ന് നടന്നു. പക്ഷേ അവന്റെ ആ നിശബ്ദത തന്നെയായിരുന്നു ഏറ്റവും വലിയ മറുപടി. ഗ്രാമത്തിലെ ആളുകൾ പതുക്കെ അവനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇവനെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞവർ തന്നെയാണ് ഇപ്പോൾ ഇവനെ കൊണ്ട് സാധിക്കാത്തത് ഒന്നുമില്ല എന്ന് പറയുന്നത്. കുട്ടികൾ പോലും അവനെ മാതൃകയാക്കാൻ തുടങ്ങി. ചില യുവാക്കൾ അവന്റെ അടുത്തു വന്ന് അവന്റെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു. എങ്ങനെ തുടങ്ങണം എന്ന ചോദ്യങ്ങൾക്ക് അരുൺ ലളിതമായി മറുപടി നൽകി. വിശ്വസിക്കണം, ശ്രമിക്കണം, പിന്മാറരുത്. അവന്റെ വാക്കുകൾ വളരെ ലളിതമായിരുന്നു, പക്ഷേ അതിലൊരു സത്യവും ശക്തിയും ഉണ്ടായിരുന്നു. അവൻ തന്റെ കഥ ആരോടും പറഞ്ഞില്ല. അവൻ തന്റെ യാത്രയുടെ സാരാംശം മാത്രമാണ് പങ്കുവെച്ചത്. ആ രാത്രി അവൻ തന്റെ പഴയ വീടിന്റെ മുന്നിൽ നിന്നു. ഒരിക്കൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞിരുന്ന ആ ഇടം ഇന്ന് ഒരു ഓർമ്മയായി മാറിയിരിക്കുന്നു. അമ്മ അവന്റെ അടുത്തു നിന്നു. അവരുടെ കണ്ണുകളിൽ അഭിമാനത്തിന്റെ കണ്ണീരുണ്ടായിരുന്നു. അരുൺ ആകാശത്തേക്ക് നോക്കി. ഞാൻ എത്തിയിരിക്കുന്നു എന്നൊരു ശബ്ദം അവന്റെ ഉള്ളിൽ മുഴങ്ങി. അരുൺ ഇനി വെറും വിജയിച്ച ഒരാൾ മാത്രമല്ല, ഒരിക്കൽ ആത്മവിശ്വാസമില്ലാതെ പല അവസരങ്ങളിൽ നിന്നും പിന്മാറിയിരുന്ന ഒരാളായിരുന്നു അവൻ. എന്നാൽ ഇന്ന് അവൻ അത്തരത്തിലുള്ള എല്ലാവർക്കും ഒരു പ്രചോദനമായി മാറിയിരിക്കുന്നു. അവൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എന്നാൽ അവന്റെ യാത്ര തന്നെ ഒരു വലിയ സന്ദേശമായി. ആത്മവിശ്വാസമില്ലാതെ പിന്മാറുന്ന ഓരോ മനുഷ്യനും തുനിഞ്ഞിറങ്ങിയാൽ ഒരു ദിവസം ഉയരങ്ങളിലെത്തും. വിശ്വസിച്ചാൽ, ശ്രമിച്ചാൽ ഒരാൾക്ക് തന്റെ ജീവിതം പൂർണ്ണമായും മാറ്റാൻ കഴിയും, ഞാൻ മാറ്റിയതുപോലെ എന്ന അരുണിന്റെ വാക്ക് ആ ഗ്രാമത്തിൽ എന്നും മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു.